നെയ്യാറ്റിൻകര ചെങ്കൽവിളിയിൽ കുട്ടിക്കലാശത്തിൽ സംഘർഷം. LDF UDF മുന്നണികൾ തമ്മിലുണ്ടായ സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസുകാരനും വാർഡ് മെമ്പർക്കും പരുക്കേറ്റു. പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ദീപിനാണ് പരുക്കേറ്റത്. അജ്മൽ ദിറാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജ്മൽ, പോലീസുകാർക്ക് വരെ പരുക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നത് എങ്ങനെയാണ്? എന്താണ് തർക്കത്തിന് കാരണം? പ്രബുദ്ധായി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളിൽ ആവേശത്തിനൊപ്പം ജില്ലയുടെ പല ഭാഗങ്ങളിലും ചില അക്രമ സംഭവങ്ങളും നേരിയ തോതിലുള്ള സംഘർഷങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ വട്ടിയൂർക്കാവിൻ മണ്ഡലത്തിന്റെ ഭാഗമായി നടന്ന പ്രചാരണ കൊട്ടിക്കലാശ കേന്ദ്രമായ പേരൂർക്കടയിലും അതോടൊപ്പം തന്നെ പാറശാല, അതോടൊപ്പം വെമ്പായം, അങ്ങനെ പല പ്രദേശങ്ങളിലും പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വെമ്പായത്തൊക്കെ സംഘർഷത്തിലേക്ക് പോവുകയും അവസാനം കൊട്ടിക്കലാശം നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഘർഷങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിനില്ലായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ തുടർച്ച എന്നോളമാണ് തിരുവനന്തപുരത്തെ ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ചെങ്കള എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കൊട്ടിക്കലാശത്തിനിടയിൽ LDF UDF പ്രവർത്തകർ സംഘർഷത്തിലേർപ്പെടുകയും വാക്കുതർക്കത്തിലേക്ക് പോവുകയും ചെയ്തത്. അവിടെ LDF UDF പ്രവർത്തകർ മാത്രമാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അവർ ആദ്യം വാക്കുതർക്കത്തിലേക്ക് പോവുകയും പിന്നീട് തടികൾ ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലിടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ദിബിന് സംഘർഷത്തിൽ പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ തലയിൽ മുറിവിൽ സ്റ്റിച്ചൊക്കെ ഇടേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് നല്ല പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിനൊപ്പം സംഘർഷത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിച്ച CPM അംഗവും വാർഡ് മെമ്പറും ഒക്കെ ആയിട്ടുള്ള ബിബിൻ ജോസിനും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സംഭവം ഗുരുതരമാണ്. രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷ സാധ്യത നിലനിൽക്കുക കൂടി ചെയ്യുന്നതുകൊണ്ട് നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. പ്രഭുത, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. അജ്മൽ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുള്ള ആ സംഘർഷത്തിൽ പോലീസുകാരന് അല്പം കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.